Hello guys, welcome back to my channel. Namaste Kuchi by Siri. അപ്പോൾ സി ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടപ്പം എനിക്ക് എന്നോട് തന്നെ ഒരു പ്രേമം. സി ഹൗ എത്രയാണ് എൻ്റെ തടി കുറഞ്ഞേക്കുന്നത് നോക്കി. ബ്ലാക്ക് ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായ തടി കുറഞ്ഞാണ് നമുക്ക് തോന്നാറ്. പക്ഷെ എന്തായാലും ദിസ് ലുക്ക് സോ അമേസിങ്. ഇതൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയുണ്ട്. എൻ്റെ ഡയറ്റ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രചോദനം തരുന്നുണ്ട്. സി സോ ഈ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പള്ളി പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ വൈകി പിന്നെ ആഴ്ചയിലെ ദിവസമാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചാൽ ക്ലീൻ ചെയ്യാം. ഈവനിങ് മേ ബി ഐ വിൽ ട്രൈ ടു ഗോ ചർച്ച്. ആൻഡ് ഇപ്പോൾ മോർണിംഗ് മട്ടൻ ഷോപ്പിലൊന്ന് പോകണം. എനിക്ക് മട്ടൻ ഷോപ്പ് എവിടെ അറിയില്ല. അപ്പോൾ ഗൂഗിളിൽ തപ്പിപ്പിടിച്ചൊരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് മട്ടൻ കിട്ടുമെന്ന് അറിയണം. മട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സൗദി സ്റ്റൈൽ എന്താ പറയുക മട്ടൻ റൈസ് നമുക്ക് ഉണ്ടാക്കാം, ഒരു വൈറ്റ് കളർ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മട്ടൻ മേടിക്കാൻ പോകണേ. ഇവിടുത്തെ മീൻ മാർക്കറ്റ് എവിടെയെന്ന് അറിയില്ല, ബീഫ് കിട്ടുന്ന കട എവിടെയാണെന്ന് അറിയത്തില്ല. മട്ടൻ ഷോപ്പ് എവിടെ ആകെ അറിയാവുന്ന ഒരു ചിക്കൻ ഷോപ്പാണ്. ആ ചിക്കൻ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ച് ഞാൻ ഒരു ചിക്കൻ പുലാവ് ഉണ്ടാക്കിയത് ഒരു ചെന്നൈ ബിരിയാണി മാറി. സോ ഇനിയിപ്പം മട്ടൻ ഉണ്ടാക്കിയിട്ട് മട്ടൻ ബിരിയാണി ആകുമ്പോൾ നോക്കാം നമുക്ക്. സോ ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷോക്കേസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ തടിയൊക്കെ കുറച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഷോ കാണിക്കാനല്ലേ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കാനല്ലേ നമ്മൾ തടിയൊക്കെ കുറക്കുന്നത്. ഒരു നല്ല ഡ്രസ്സ് ഇടാനും. സോ ഐ വെരി ഹാപ്പി വിത്ത് മൈ കറക്റ്റ് വെയിറ്റ് ലോസ് അപ്ഡേറ്റ്, വെയിറ്റ് ലോസ് പാക്ക് ഓഫ്. സോ ഇതാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ മട്ടൻ കടയിൽ പോകുന്നത്. എന്താണല്ലേ. സോ ഗുഡ് സുരാഷ് ഇറ്റ് അപ്പ്. അപ്പോൾ മക്കളെ ഇതേ ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് കൂടുതൽ കാര്യങ്ങളും സംഭവങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ലെങ്കിലും എന്തോ എനിക്ക് എൻ്റെ തടി കുറഞ്ഞ ഈ രൂപം കണ്ടിട്ടും മതിയാവില്ല. എന്തായാലും ഇത്രയ്ക്കൊക്കെ ഒരു ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു. ഇത് ഞാൻ തന്നെയാണോ ഈ ഡ്രസ്സിൽ ഞാൻ സോ ബ്യൂട്ടിഫുൾ ആൻഡ് സെക്സി ആയിട്ടുണ്ടല്ലേ. ഐ നോ ദാറ്റ്. സോ എന്നിൽ ഞാൻ അങ്ങോട്ട് വീണ് പോയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് വിചാരിച്ചു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മട്ടൻ കടയിൽ പോകാമെന്ന്. അതും മേക്കപ്പൊക്കെ ചെയ്ത് എന്തിനോ എന്തോ. പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് സന്തോഷം കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർണമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കണം നമ്മുടെ കാസിയോടെ ഗോൾഡൻ കളർ വാച്ചും പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ബാംഗിളില്ലേ ആ ബാംഗിളുമാണ്. കൂടുതൽ മേക്കപ്പും കാര്യങ്ങളൊന്നും അധികം ചെയ്യുന്നില്ലെങ്കിലും ഞാൻ കാജലും ലിപ്സ്റ്റിക്കും പിന്നെ മോയ്സ്ചറൈസറും സംഭവങ്ങളൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാം ചെയ്തിട്ട് മിനിമലായിട്ടുള്ള മേക്കപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. പൊട്ടൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട്. ഇത് തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. ഓഫ് എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ട് തയ്യ. സോ ഞാൻ ഈ ഉപയോഗിക്കുന്നത് നമ്മുടെ കൂർ എന്ത് തെറിയല്ലട്ടത് CURE അതിൻ്റെ ഒരു സൺസ്ക്രീനാണ്. അതന്നെ സൺസ്ക്രീൻ. അത് കൊറിയൻ ബ്രാൻഡാണ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ബ്ലഷ് ഞാൻ കത്രീന്ന് മേടിച്ചാണ്. അടിപൊളി ക്രീം ബ്ലഷാണ് സംഭവം, പൊളിച്ച്. അങ്ങനെ ഞാൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഗ്ലാമറല്ലേ കാണാൻ. കുറച്ച് എക്സ്ട്രാ ലൈറ്റ് ഇട്ടപ്പോൾ എന്നെ കാണാൻ സോ സുന്ദരിയായിട്ടുണ്ട്. തടി കുറഞ്ഞിട്ട് ഹാപ്പി. വിചാരിച്ചില്ല 38 സൈസിൽ ജീൻസാണ് ഞാൻ ഇട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് 38 സൈസ് കിട്ടാനേ ഭയങ്കര പാടായിരുന്നു. അതും എനിക്ക് ടൈറ്റ് ആയിരുന്നു. അപ്പൊ ആ ജീൻസൊക്കെ ചാക്ക് പോലെ എടുക്കുന്നു. ഇത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള കാരണം എന്താ പറയുന്നത്, എനിക്ക് നടുവേദന, മുതുവേദന, കാലുവേദന, PCOS വന്ന് കുറച്ചാളുകൾ കഴിഞ്ഞാൽ ഡയബറ്റീസ് വരും. അത് വന്ന കൊളസ്ട്രോൾ ഓൾറെഡി എനിക്ക് ഉണ്ട്. ഞാൻ നന്നായിട്ട് ബീഫ് കഴിക്കണം, അതായത് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ വന്നാൽ ഞാനൊരു മാറാൻ രോഗിയായിരിക്കും. കാരണം ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ അമ്മച്ചി പുള്ളിക്കാട്ടിക്ക് ഷുഗർ ഭയങ്കര ഹൈ ആയിരുന്നു. ഫുഡ് തന്നെ അമ്മച്ചിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും അത് കൺട്രോൾ ചെയ്യാത്തതോട് കൂടി അമ്മച്ചി അനുഭവിച്ചു. കാല് മുറിച്ച് കളയുക, കാല് പഴുക്കുക, ഷുഗറൊക്കെ ഭയങ്കര പടഞ്ഞിരിക്കും. അതിനേക്കാളും ബെറ്റർ ജയിലിൽ പോയി നിൽക്കാറ്. ഞാൻ അത് ആലോചിച്ചപ്പോഴാണ് ചെയ്യണം, വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം പേടിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ബോഡി കൊണ്ട് ഞാൻ ഹാപ്പിയാണ്, എൻ്റെ മൈൻഡ് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്, എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. സോ ഗൈസ്, തടി കുറയ്ക്കണം ആൾക്കാർ പറയുമ്പം ജസ്റ്റ് മൈൻഡ് അത് ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ നല്ലതായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ വരാണ്ടില്ലെങ്കിൽ നമുക്ക് തന്നെ നല്ലത്. നമ്മൾ അങ്ങനെ ആരുണ്ടാവും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വെയിറ്റ് ലോസ് ഫാറ്റ് ലോസ് എന്തായാലും നമ്മുടെ ബോഡിയെ മോഡറേറ്റ് രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കീപ്പപ്പ് ചെയ്താലാണ് എന്താ പറയുക നമുക്ക് നമ്മളെയും കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് വേറെ ആരെങ്കിലൊക്കെ നടക്കാൻ പറ്റും. അങ്ങനെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നത്, ഫാറ്റ് ലോസ് ചെയ്യുന്നത്. സോ ഞാനും നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റാണ്. ഞാൻ അതിന് മുന്നേ ഒരു 3 വർഷമൊക്കെ ആയിട്ട് ജിമ്മിൽ പോകണം, പട്ടിപ്പണിയെടുക്കുന്നുണ്ട്, ഒരു കളി പാടില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സത്യം. ഡയറ്റാണ് മീൻസ് 70% ഡയറ്റ് നോക്കിയാൽ മാത്രമേ നമ്മൾ ഈ 30% വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഫുഡ് കൺട്രോൾ ചെയ്താലേ നമ്മുടെ ബോഡിയിൽ അതിനുള്ള മെറ്റാബോളിസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നടക്കത്തുള്ളൂ. ഫുഡിൽ നമ്മൾ പട്ടിപ്പഴിച്ചെടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് 1 കിലോ ചോറും 1/2 കിലോ ഇറച്ചിയും കഴിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം? ഒരു ഗുണമില്ല.
അതിൻ്റെതായ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിക്കുള്ള ഫുഡ് കൊടുത്താൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമ്മളൊരു ഫോൺ അതിൻ്റെ ബാറ്ററി സ്ലോ ആയി അത് ചാർജ് ചെയ്തു, അതിനൊരു കപ്പാസിറ്റി ഉണ്ട് 100%. ആ കപ്പാസിറ്റി കഴിഞ്ഞ് നമ്മൾ ചാർജ് കൂട്ടിയിട്ട് എനിക്ക് നല്ല കാര്യമുണ്ട്. ഫോൺ ചിരിക്കാവുന്നല്ലാണ്ട് ഫോൺ വേറെ ഒരു ഉപകാരം കിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയുടെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയൊക്കെ പറയാൻ കാരണം തടി പറഞ്ഞു അതിൻ്റെ അഹങ്കാരം വിചാരിച്ചറിയില്ല. സോ വെരി ഹാപ്പി. ഞാൻ മട്ടൻ ഷോപ്പിൽ പോട്ടെ, മട്ടൻ ഷോപ്പിൽ പോയി മട്ടൻ മേടിച്ചിട്ട് വേണം ഇവിടെ വന്നിട്ട് ആ പുതിയ ഡിഷ് ട്രൈ ചെയ്യും. മട്ടൻ ബിരിയാണി ബൈ. അപ്പോൾ അങ്ങനെ ഞാൻ യൂബർ ഓട്ടോ വിളിച്ചിട്ട് യൂബർ ഓട്ടോയിൽ നമ്മുടെ മട്ടൻ ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം എനിക്കെന്നെ കണ്ടിട്ട് മതിയാവണില്ല. പക്ഷെ കാര്യം കോമഡി അതല്ല, മട്ടൻ കടയിലോട്ട് പോകണതാണ് ഈ ഇതൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തത്. കണ്ടാ മക്കളെ ക്യൂ, ഞായറാഴ്ച ഇത്രയും ക്യൂ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ക്യൂ നിന്ന് വേണം മേടിക്കാൻ. നമ്മളൊക്കെ നാട്ടിൽ ഇത്രയും ക്യൂ വച്ചടക്കം പാലിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. തമിഴ്നാട്ടിലാണ് ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ട്. അങ്ങനെ മട്ടനൊക്കെ മേടിച്ച് ഞാൻ ഡയറക്റ്റ് വീട്ടിലോട്ടാണ് പോണത്, വേറെ എവിടെയും പുറത്തോട്ട് പോകണില്ല. വേഗം ചെന്നിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് നല്ല മട്ടൻ കപ്സ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ മട്ടൻ മേടിച്ചിട്ട് വന്നാൽ മട്ടൻ 1 കിലോ ആണ് ഞാൻ മേടിച്ചത്. 1 കിലോയ്ക്ക് 1000 രൂപയാണ് കിലോയ്ക്ക് മട്ടൻ. പക്ഷെ നല്ല അടിപൊളി മീറ്റാണ് കേട്ടോ, നല്ല നെയ്യും നല്ല സോഫ്റ്റും, ഒരു രക്ഷയില്ല, ഒരു വാട്ട സ്മെല്ലും ഇല്ലാത്ത നല്ല അടിപൊളി മട്ടൻ. അത് നല്ല ഹലുവ കഷ്ണം പോലെ ഇരിക്കുന്ന മട്ടൻ. അപ്പോൾ ഈ മട്ടൻ ഞാൻ കഴുകി വാർത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ സവോള അരിയാൻ പോയിട്ട്, ഇത്രയൊന്നും സവോള നമ്മുടെ കപ്സയ്ക്ക് വേണ്ട, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു, നിങ്ങൾ കുറച്ച് കുറവെടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന്. കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഈ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കണ്ടാൽ മതിയല്ലോ, ഈ സംഭവം എങ്ങനെയാണ് വെക്കണമെന്ന് കണ്ടാൽ മതി. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു ഊഹാപോഹം ഉണ്ടാകും. ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ്. എന്നിട്ട് ഈ മട്ടൻ ഞാനൊന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയിൽ ഒന്ന് തേച്ച് പുരട്ടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടാണ്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഫോണിൽ എപ്പോൾ നോക്കിയാലും ഒരു പ്രശ്നമുണ്ട്, സ്റ്റോറേജിൽ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ ഞാൻ മട്ടൻ കുക്ക് ചെയ്യുന്ന ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോസ് അങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി. എന്നുവെച്ചാൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഫോൺ സ്റ്റോറേജ് ആയെന്നും പറഞ്ഞ് കാണിക്കും, പിന്നെ വീഡിയോ എടുക്കാനേ പറ്റത്തില്ല. അപ്പം ഞാൻ ആ ഒരു ആദിക്കും വെപ്രാളത്തിന് എപ്പോഴും സമ്മതിക്കുന്ന സംഭവമാണ് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എടുത്തു വെച്ച വീഡിയോ കൊണ്ട് ഡിലീറ്റ് ആയിരിക്കും. ഇതുപോലെ എനിക്ക് കുറേ തവണ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഫോണിന് ഇഷ്ടമല്ല ഞാൻ ഫേമസ് ആവണത്. ബിക്കോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഫേമസ് ആയാൽ ഇവനെ ഞാൻ അങ്ങോട്ട് കളഞ്ഞാലോ എന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ അങ്ങനെയല്ല മോനെ എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ ഫോൺ അതിന് സമ്മതിക്കാറില്ല. എൻ്റെ ഈ ഐഫോൺ ആയിക്കോട്ടെ, എൻ്റെ ഡിജി പോക്കറ്റ് ക്യാമറ ആയിക്കോട്ടെ, ഞാൻ എന്ത് വീഡിയോ എടുത്താലും അപ്പോൾ അവർ സംരംഭം പണി മുടക്കാണ് അവർ ഈ കണ്ടു കഴിഞ്ഞാൽ മറ്റേ തൊഴിലാളികളില്ല, ചുമട്ട് തൊഴിലാളികളുടെ സ്വഭാവമാണ് അവർക്ക് ഞാൻ രക്ഷപ്പെടണം ഇഷ്ടമല്ല, പക്ഷെ അവർ രക്ഷപ്പെടണം. അതെന്ത് സ്വഭാവമാണ് അല്ലേ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ കപ്സ് ഉണ്ടാക്കണതിൻ്റെ കാര്യത്തിലോട്ട് വരാട്ടാം. അപ്പം ഇപ്പം ഞാൻ അരിയണത് സവോളയാണ്. സവോള ഇങ്ങനെ അരിഞ്ഞിട്ട് വറുക്കണം. പിന്നെ കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഹോൾ സ്പൈസസ് വേണം. അപ്പം ഞാൻ മിസ്സായിപ്പോയ വീഡിയോയുടെ സാരാംശം എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് നമ്മുടെ ക്യുമിനില്ലേ, ചെറിയ ജീരകം, കുരുമുളക്, ഏലക്ക, പട്ട, ബേ ലീഫ്, ഇതൊക്കെ നമ്മൾ നല്ല സൺഫ്ലവർ ഓയിലിൽ മൂപ്പിച്ചെടുത്തിട്ട് മട്ടൻ അതിലോട്ട് ഇട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ മട്ടൻ വേവിക്കാൻ കുക്കറിൽ വെക്കും. അതാണ് ഒരു സാരാംശം അതിൻ്റെ. എന്നിട്ട് നമ്മൾ റൈസും ഇതേപോലെ തന്നെ കഴുകി കുറച്ച് നേരം ഒരു അരമണിക്കൂറത്തേക്ക് മുക്കി വെക്കുന്നത് വെച്ചാൽ സോഫ്റ്റായി കിട്ടാൻ. പിന്നെ സബോള ഞാൻ വറക്കുന്നതാണ് കാണിക്കണേ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ വീഡിയോ കൂടി മിസ്സായിപ്പോയി. അത് നമ്മുടെ കാഷ്യൂനട്ടും പിന്നെ നമ്മുടെ ബ്ലാക്ക് മുന്തിരിയില്ലേ അതും വറുത്ത് കോരി വെക്കുന്നതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി സാലഡ് ഉണ്ടാക്കാൻ ആൾക്കാർക്കറിയാം, നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന ചില കുക്കിംഗ് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി നല്ല ക്ലിയർ ആയിട്ട് വെടുപ്പിനും മിനക്കും ഉണ്ടാക്കി തരാട്ടോ. കാരണം ഇപ്പം ഞാനിത് വെറുതെ ഒരു ബ്ലോഗായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എന്തായാലും ഞാൻ റെഡിയാക്കി ഇട്ട് തരാം. ഇപ്പം നമ്മൾ സാലഡ് ഉണ്ടാക്കണതിൽ നമ്മൾക്ക് എന്താ വേണ്ടത്? കുക്കുംബർ വേണം, തക്കാളി വേണം, പിന്നെ കുറച്ച് സവാള വേണം, പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലെടുത്ത് കുറച്ച് തൈരും ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് കപ്സയ്ക്കുള്ളത് റെഡി. ഞാൻ മയോണൈസ് ഉണ്ടാക്കാത്തതാണ് മനഃപൂർവ്വം. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മയോണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് യോഗട്ട് നല്ലതാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഫൈബറുള്ള മീൻസ് വെജിറ്റബിൾസും നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മൈൻഡ്ഫുള്ളി ഡയറ്റ്ലി എടുത്ത ഒരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നാരങ്ങയും കൂടി സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് വിൽ ബി വെരി ടാങ്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും.
സോ അത്രേ ഉള്ളൂ മക്കളെ. ഇത് ക്ലോസ് ചെയ്ത് ചകചക ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഹെൽത്തി സാലഡ് അവിടെ റെഡി ആയിരിക്കുകയാണ് കപ്സയ്ക്ക്. കാരണം നമുക്ക് ഉണ്ടാക്കാം മന്തിക്ക് അല്ലെങ്കിൽ കപ്സയ്ക്കൊക്കെ എന്നൊക്കെ പറയുമ്പോൾ മയോണൈസ് ഉണ്ടാക്കാം, പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. അപ്പോൾ അതും കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, അത്രയും ചെയ്ത് ഇത് വേവിക്കാൻ വെച്ചത് 12 വിസിലാണ് ഞാൻ കേൾപ്പിച്ചത് കേട്ടോ. നിങ്ങളുടെ മട്ടൻ എന്താണ് എന്നുള്ള വേവ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആവിയൊക്കെ പോയിട്ട് നമ്മൾ പച്ചമുളക് ഇതിലിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ ആ വാർത്ത് വെച്ചേക്കുന്ന അരിയുണ്ട്, ആ അരിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ. യെസ്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി, ഞാൻ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, വെളുത്തുള്ളി കഴുകി നന്നായിട്ട് എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ തീയിൽ വയ്ക്കും. ഏകദേശം ഒരു 4 മിനിറ്റ് അത്രയും മതി, അതിനുള്ളിൽ ഇത് സെറ്റാണ്. അതിനുശേഷം വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കാഷ്യൂനട്ട്, മുന്തിരി, സവോള കാര്യങ്ങളെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് മുഴുവനായിട്ട് അരിയാത്ത പച്ചമുളക് ഉണ്ട്, അതും ഇതിൻ്റെ പൊക്കത്തോട്ട് കുത്തി വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മൂടി വയ്ക്കും. തീയില്ലാണ്ട് കേട്ടോ, തീയില്ലാണ്ട് മൂടി വെക്കണത് നല്ലത്. അല്ലെങ്കിൽ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കപ്സ കരിഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. സോ അതങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇതിലുള്ളൂ. സോ നമ്മുടെ കപ്സ റെഡി. ഇത്ര ഈസിയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്സ എവിടെ ഉണ്ടാക്കാൻ കിട്ടും? എവിടെ? നമസ്തേ കൊച്ചി ബൈ സിറി വ്ളോഗ്സിൽ. യെസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, ഫാമിലിക്കൊക്കെ. പിന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇൻട്രാക്റ്റീവ് ആകും. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ, നമ്മുടെ വ്ളോഗിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാനത് ചെയ്ത് തരുന്നതായിരിക്കും ഗൈസ്. സോ ഉച്ചക്കത്തെ നമ്മുടെ മട്ടൻ കപ്സ സൗദി സ്റ്റൈൽ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പ്ലേറ്റൊക്കെ വിരിച്ച് നമ്മൾ നമ്മുടെ കപ്സേനെ സെറ്റാക്കി ഇടുകയാണ് കേട്ടോ. എനിക്ക് വിളമ്പാൻ അങ്ങനെ കൃത്യമായിട്ടൊന്നും അറിയാൻ പാടില്ല, തിന്നാൻ മാത്രമേ അറിയത്തുള്ളൂ. ചുമ്മാ അങ്ങനെയൊന്നുമില്ല. എന്നാലും മട്ടൻ നല്ല മുഴുത്ത പീസൊക്കെ ഇങ്ങനെ വിളമ്പി വെക്കുന്നുണ്ട്. ഇത് എൻ്റെ പൊന്നാര ഹസ്ബൻഡിനാണ്, എൻ്റെ ചക്കര മുത്ത് മാമയ്ക്കാണ് എന്താ ഞാൻ വിളമ്പത്. എനിക്കിതിൻ്റെ പകുതി ഞാൻ കഴിച്ചോളൂ, എനിക്ക് പറ്റണില്ല. ഡയറ്റ് എടുത്തിട്ട് വയറ് മൊത്തോട്ടിപ്പോയേ. കുഴപ്പമില്ല, കാര്യം ഒരു പ്രശ്നമില്ല. കുറച്ച് കഴിച്ചിട്ട് തന്നെ എനിക്ക് എന്തോ പോലെയായിരുന്നു, ഛർദ്ദിക്കണോ വയറുവേദന എടുക്കണോ നിക്കളായിരിക്കണമെന്ന് അറിയാൻ പാടാത്തൊരു രീതിയായിരുന്നു. ഫുഡിൻ്റെ പ്രശ്നമല്ല, എൻ്റെ ഡയറ്റ് എടുത്തെടുത്ത് എൻ്റെ ഇപ്പോൾ സ്റ്റൊമക്കിന് അത്ര ഫുഡ് എൻ്റർടൈൻമെൻറ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ റൈസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ റൈസ് റൈമിങ് വേർഡ്സ്. അപ്പോൾ നമ്മുടെ റൈസ് പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ സാലഡ്, നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാലഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് എടുത്ത് വെച്ചേക്കണമായിരുന്നു കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതാണ്, നിങ്ങൾ സാലഡ് കാണുന്നില്ല അല്ലേ? ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണേ, ഇത് ഞാൻ എഡിറ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ? പക്ഷെ എന്നാലും എന്തിനാ ഞാനിതിൻ്റെ ഉള്ളിലിട്ടത്? കുഴപ്പമില്ല, എന്തായാലും പറഞ്ഞു പോയി. ഇനി എനിക്ക് റീ എഡിറ്റ് ചെയ്ത് അത് ചെയ്തു വീണ്ടും കറക്റ്റ് ചെയ്തിടാനുള്ള സമയമില്ല മക്കളെ. ഇപ്പം തന്നെ ഞാനൊന്ന് പഠിച്ച് ടയേർഡായതുകൊണ്ട് മാത്രമാണ് ഞാൻ ശരിയാണോ എഡിറ്റ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം. സോ അങ്ങനെ നമ്മുടെ സാലഡൊക്കെ ഇട്ട് നമ്മൾ റൈസ്, നമ്മുടെ മട്ടൺ സൗദി സ്റ്റൈൽ മട്ടൺ കബ്സ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതേ നോക്കിയിട്ട് ഭംഗിയാന്ന് നോക്കി. നിങ്ങൾ വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാണ്ടിരിക്കണതും നല്ല കാര്യമാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് കുറച്ച് മട്ടൻ ഓക്കെ ആയിക്കോട്ടെ, ഈ അണുക്കളും കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മട്ടനിൽ മഞ്ഞപ്പൊടി ഇട്ടത്. നിങ്ങൾക്ക് വൈറ്റ് കളറായിട്ടാണ് വേണ്ടെങ്കിൽ ഈ സ്റ്റൈലിൽ തന്നെ വൈറ്റ് കളറും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ടൈം എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറയാം. പിന്നെ എൻ്റെ അനിയൻ്റെ അഭിപ്രായം മാനിച്ച് അവന് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയില്ലാത്തതുകൊണ്ട് ഇസ്രാഫേൽ ഖാലിദിന് വേണ്ടിയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ബേസിക് ആയിരിക്കും ആ ചിക്കൻ കറി. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എൻ്റെ അനിയനെ പോലെയുള്ള പ്രായത്തിലുള്ള ആൾക്കാർക്ക്, കുക്കിംഗ് അറിയാൻ പാടില്ലാത്തവന്മാർക്ക് അമ്മമാരെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ചേച്ചിയുടെ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് പറയാം, ഉണ്ടാക്കി റെസിപ്പിയൊക്കെ സെറ്റ് ചെയ്ത് ചേച്ചി ഇവിടെ വെച്ചേക്കാം. അങ്ങനെ എൻ്റെ കബ്സ കഴിച്ചിട്ടോ, ഞാനല്ല കഴിക്കണത്, മാമയുണ്ട കഴിക്കണത്. മാമ കഴിച്ചിട്ട് മാമയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിക്കാരനെ എനിക്കും വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ കബ്സ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.